എന്താ രമ്യ നീ പറയുന്നേ? നമ്മൾ എന്തിനാ അവരുടെ കുടുംബക്ഷേത്രത്തിലെ കാവിലേക്ക് പോകുന്നത്? നീ എന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി അടങ്ങുമെന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുവാണോ? അയ്യോ അമ്മേ, രാജുവിന് എന്തിനാണ് ഞാൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ? അതിനാണ് ഞാൻ അമ്മയോട് എന്റെ ഒപ്പം വരാൻ പറയുന്നേ. എന്തൊക്കെ ഭ്രാന്താടി നീ പറയുന്നേ? ഭ്രാന്തല്ലമ്മേ, സത്യമാണ്. അമ്മയോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ രാജു ശരിക്കും ഋതികയെ താലി കെട്ടിയിട്ടില്ലെന്ന്. അതെ. ഇപ്പൊ അമ്മ എന്റെ കൂടെ കാവിലേക്ക് വന്ന അമ്മയ്ക്ക് ഞാൻ പറഞ്ഞൊക്കെ സത്യമായിരുന്നു എന്ന് മനസ്സിലാവും. രാജു ഋതികയും ചേർന്ന് നടത്തിയ നാടകങ്ങളൊക്കെ നുണയായിരുന്നു എന്ന് ഇന്ന് കാവില് വെച്ച് അംബിക മേഡം തെളിയിക്കാൻ പോവുക. സത്യം പറയടി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അവിടെ വിളിച്ചോണ്ട് പോയി വേറെ എന്തെങ്കിലും കുരുക്കിൽപ്പെടുത്താനാണോ നിന്റെ പ്ലാൻ? ഓ അല്ല അമ്മേ, മന്ത്രിയുടെ മകളെ രാജു വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം രാധമ്മയും വേണുവെങ്കിലും അവര് രണ്ടുപേരുവേ അമ്മയുടെ മുമ്പിൽ ഒരുപാട് ഷൈൻ ചെയ്തതല്ലേ? അതെ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവര് രണ്ടാളും നാണം കെടുന്നത് അമ്മയ്ക്ക് കാണണോ വേണ്ടയോ? അങ്ങനെ ചോദിച്ചാൽ വേണം. അങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലേ അമ്മ വാ. രാജുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോലും ഞാൻ അവന് വേണ്ടി കാത്തിരുന്നത് എന്തിനാണെന്ന് അമ്മയ്ക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. വേണുവെങ്കിളിന്റെ രാധമ്മയുടെ അഹങ്കാരം ഉരുകി ഇല്ലാതാവുന്ന കാഴ്ചയും കണ്ട് അമ്മയ്ക്ക് സന്തോഷായി തിരിച്ചു വരാം. അതെ, കുഞ്ഞിനൊന്നും അറിയില്ലായിരിക്കും അല്ലേ? ഇവിടെ അവസാനമായി കാവിൽ നടന്ന ഉടവാൾ കൈമാറ്റം കോവിലകത്തെ വലിയ കാരണവന്മാർക്കും വർമ്മ സാറിനും ഇടയിലായിരുന്നു. അന്ന് മോൻ കുഞ്ഞായിരുന്നു. അഭിഷേകം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉടവാൾ കൈവാങ്ങേണ്ട പുതിയ അവകാശിയെ ആദരിച്ചിരുത്തി മഞ്ഞൾ വെള്ളം ധാരധാരയായി തലയിലൊഴിച്ച് ശരീരം ശുദ്ധമാക്കിയതിനു ശേഷം ദേഹത്ത് ചന്ദനം പുരട്ടി ശുദ്ധമായ പശുവും പാലിൽ ആ ശരീരം വെള്ളത്തിൽ നീരാടി അവകാശി നീരൊഴുക്കിൽ കലശവുമായി നിമഞ്ജനം ചെയ്ത് തിരികെ വന്ന് ദേവിയുടെ മുന്നിൽ കലശം സമർപ്പിച്ച ശേഷമാണ് ഉടവാൾ കൈമാറേണ്ടത്. അതാണ് നമ്മുടെ ആചാരം. ഓർമ്മ സാറേ, പുഴക്കരയിലേക്കോ? അവിടെ രാജുവിനെ എത്തിക്കോ? എന്താ പറയുന്നത്? എങ്കിൽ ശരി, നമ്മുടെ പിള്ളേരവിടെ കാണും. അവന്മാരെന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളും. സാറ് ധൈര്യമായിട്ടിരിക്കേ. ജോസല്ലേ പറയുന്നത്? ശരി സാറേ, അവന്മാരെന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോളും. എന്താ പറയുന്നത്? രാജുനെ കൊല്ലാൻ പോകുന്നോ? പുഴക്കരയിലേക്ക് വാടാ. ഇവിടെ ആരും ഉണ്ടെന്നാ തോന്നേ. ഈശ്വര, മുടക്കങ്ങളൊന്നുമില്ലാതെ ഈ ഉത്സവം ചടങ്ങൊക്കെ നടക്കണേ. അംബികാമാടവും മകനും മുടക്കാൻ നോക്കുന്ന ഈ ഉടവാൾ കൈമാറ്റ ചടങ്ങ് ഭംഗിയായി നടക്കാൻ കനിവ് വേണം. അറിയാലോ, സ്വത്തുക്കൾക്ക് വേണ്ടിയല്ല, ഋതികാമാടത്തിന്റെ അമ്മയുടെ ആഗ്രഹം അതാണ്. എന്റെ മകന്റെ ഒപ്പം മാത്രമായിരിക്കും പാവം ഋതികാമാടത്തിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കുള്ളൂ. എന്താ ഋതികേ, എന്തിനാ ബഹളം വയ്ക്കുന്നേ? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അവിടെ എന്താ? എന്താടാ, ഇവളെന്താ നമ്മുടെ പ്ലാൻ വല്ലതും അറിഞ്ഞോ? അങ്ങനെ വരാൻ വഴിയില്ലമ്മേ. എന്താ മോളെ, എന്തു പറ്റി? നീ കാര്യം എന്താന്ന് വെച്ചാ പറയൂ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? രാജുന് എന്താ? അവിടെ ഒരാള്
വാടക ഗുണ്ടയാണെന്ന് തോന്നുന്നു. രാജുവിനെ കൊല്ലുമെന്ന് പറയുന്ന കേട്ടു. വേണുട്ടാ, കൃതികമ്മള് പറയുന്ന കേട്ടില്ലേ? രാജുവിനെ കൊല്ലുന്നോ? നീ എന്തൊക്കെ ഈ പറയുന്നേ? അതെ അച്ഛ, രാജുവിനെ അവിടെ പുഴയിൽ വെച്ച് കൊല്ലണമെന്ന് അയാൾ ആരോട് പറയുന്നത് ഞാൻ കേട്ടു. ഉറപ്പാണോ? നീ അങ്ങനെ തന്നെയാണോ കേട്ടത്? അതെ അച്ഛ. വർമ്മ സാറേ, പ്രതിക മാഡം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നണേ. വർമ്മ സാറിന്റെ ശത്രുക്കൾ ആരെങ്കിലും എന്റെ മകന് അയ്യോ, ഞങ്ങളുടെ മോൻ. അച്ഛ, അച്ഛനൊന്ന് പോയി നോക്കച്ച. അവരവനെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഒന്ന് പോയി നോക്കച്ച. അച്ഛ, ഞാൻ പോലീസിനെ വിളിക്കട്ടെ? ഏയ് വേണ്ട, പോലീസിനെ വിളിക്കേണ്ട കാര്യമില്ല. എന്താ വേണ്ടെന്ന് വെച്ചാ എനിക്കറിയാം. ഉടവാള് കയ്യിലേക്ക് വാങ്ങേണ്ട ആളിനല്ലേ ഹിംസ നിഷിദ്ധമുള്ളൂ. കൊടുക്കേണ്ട ആൾക്ക് ആവാലോ. തെറ്റില്ല വർമ്മ സാറേ. ദുഷ്ടന്മാരുടെ രക്തം ഇവിടെ ഈ മണ്ണില് ദേവിയുടെ കാൽക്കൽ വീണമെന്ന് ദേവി ആഗ്രഹിക്കുന്നു.